സൊഹറാൻ മാംദാനിയുടെ വിജയത്തിൽ ലോകമെങ്ങുമുള്ള മുസ്ലിങ്ങൾ അർമാദിക്കുമ്പോൾ, പ്രത്യേകിച്ച് കേരള മുസ്ലിങ്ങൾ, പിന്നെ ഒരു വിഭാഗം പേര് വളരെ ഹൃദയവേദന അനുഭവിക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, സംഘപരിവാർ ഗ്രൂപ്പുകൾ, പ്രത്യേകിച്ച് അമേരിക്കയിലുള്ളവർ, പിന്നെ കേരള ക്രിസ്ത്യാനികൾ, കേരളത്തിലുള്ള ക്രിസ്ത്യാനികളും, പിന്നെ കേരളത്തിൽ നിന്ന് വന്ന അമേരിക്കയിലുള്ള ക്രിസ്ത്യാനികളും. പിന്നെ ഓഫ് കോഴ്സ് പിന്നെ യഹൂദന്മാർക്ക് ഈ മാംദാനി പറഞ്ഞിരിക്കുന്നത് പിന്നെ പലസ്തീനെ സപ്പോർട്ട് ചെയ്യും എന്ന് മാത്രമല്ല, നേതന്യാഹു ഇവിടെ വന്നു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് അകത്താക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ പിന്നെ അങ്ങനെ ഒരാളെ പിന്നെ ഈ യഹൂദരിൽ ഒട്ടേറെ പേര് അദ്ദേഹത്തെ പിന്തുണയ്ക്കുണ്ടായി. അതാണ് ഏറ്റവും അതിശയകരമായൊരു കാര്യം. പക്ഷേ എന്നാലും പ്രതീക്ഷിച്ച അത്ര പിന്തുണ ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. ഇനി ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയമാണ് പ്രശ്നം. കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് പിന്നെ കൂടി വരുന്ന ആധിപത്യം, പിന്നെ അവർ കാണിക്കുന്ന അധിനിവേശ സ്വഭാവം, ഇന്നലെ വരെ ഇല്ലായിരുന്ന പിന്നെ കാര്യങ്ങൾ എല്ലാം അവരെ ഇസ്ലാമിക രീതി കേരളത്തിൽ കൊണ്ടുവരാനുള്ള ആ ശ്രമം. അപ്പോൾ അത് പിന്നെ തട്ടവും പർദ്ദയും പിന്നെ ഹലാലും ഇതെല്ലാം കൊണ്ടുവരാൻ വരുന്ന സ്വാഭാവികമായിട്ടും എതിർപ്പുണ്ടാകും. പിന്നെ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ ആകപ്പാടെ 4-3-7 പേരുള്ള ക്രിസ്ത്യാനികളെ അത് അലോസരപ്പെടുത്തും. അപ്പോൾ അങ്ങനെ ഇത്രയും പേർക്കാണ് മാംദാനി വിജയിച്ചതിൽ പിന്നെ വലിയ വിരോധമുള്ളത്. ഇനി ഈ സംഘപരിവാറിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മാംദാനി പറഞ്ഞിരിക്കുന്നത് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു യുദ്ധക്കുറ്റവാളിയാണ്. അതുപോലെ തന്നെ ഈ ഗുജറാത്ത് കലാപത്തിന് ശേഷം, കാരണം ഗുജറാത്ത് കലാപത്തിന് ശേഷം പിന്നെ അവിടെ മുസ്ലിങ്ങൾ ഇല്ലാത്തൊരവസ്ഥ പോലും വന്നുവെന്നാണ് കരുതിയിരുന്നത്. അങ്ങനെ വളരെ മോശമായിട്ട് സംഘപരിവാർ ഗ്രൂപ്പിനെയും പ്രധാനമന്ത്രിയെയും ഒക്കെ പിന്നെ പറഞ്ഞു. അപ്പോൾ അവർ കഴിയുന്നത്ര സംഘപരിവാർ ഗ്രൂപ്പ് ആവുന്നത്ര ശ്രമിച്ചു മാംദാനിക്കിട്ട് ഒരു കൊട്ടു കൊടുക്കാനായിട്ട്. പക്ഷേ നടന്നില്ല. ന്യൂയോർക്ക് സിറ്റിയിൽ ഈ പിന്നെ ഇന്ത്യക്കാരുടെ എണ്ണം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അധികമില്ല. കാരണം പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യക്കാരുടെ ഈ കുടിയേറ്റം എന്ന് പറയുന്നത് എല്ലാവരും തന്നെ ആദ്യകാലം ന്യൂയോർക്കോ അല്ലെങ്കിൽ അതുപോലുള്ള വലിയ പട്ടണങ്ങളിൽ വരും. എന്നിട്ട് അത്യാവശ്യം അല്ലറ ചില്ലറ പൈസയാകുമ്പം ആ പട്ടണത്തിൻ്റെ പുറത്തേക്ക് പോകും. പ്രധാനമായിട്ടും നമ്മൾ സ്കൂൾ നോക്കിയാണ് പോകുന്നത്. സ്കൂൾ നോക്കി നമ്മുടെ സൗകര്യങ്ങൾ നോക്കിയും. പിന്നെ ഈ ചെറുകിട പട്ടണങ്ങളിലുള്ള സൗകര്യം ന്യൂയോർക്ക് സിറ്റിയിൽ കിട്ടുകയില്ല. പക്ഷേ അതേസമയം തന്നെ ചിലവ് കുറഞ്ഞ് ജീവിക്കാൻ ന്യൂയോർക്ക് സിറ്റിയാണ് ഏറ്റവും നല്ലത്. അപ്പം ആ അത്യാവശ്യം പൈസ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇപ്പം ഞാനടക്കം എല്ലാവരും ചെയ്ത കാര്യങ്ങളാണ്, പൈസ ഉണ്ടായാലും ഇല്ലെങ്കിലും. അപ്പോൾ അതാണ് കാര്യം. ഇനി ഈ മാംദാനിയുടെ പ്രശ്നം, മാംദാനി തകർപ്പൻ പ്രസംഗമാണ് നടത്തിയത്. ഇതൊക്കെ പറഞ്ഞാലും ഈ ഇലക്ഷന് ശേഷം അദ്ദേഹം നെഹ്റുവിനെ കോട്ട് ചെയ്തു. പിന്നെ ഒരു യുഗം അങ്ങോട്ട് കഴിയുന്നു. അതായത് ആ ട്രൈസ്റ്റ് വിത്ത് പിന്നെ ഡെസ്റ്റിനി എന്നുള്ള ആ പ്രസംഗം, അതായത് ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നെഹ്റു നടത്തിയ ആ പ്രസംഗത്തിൽ നിന്ന് ചില കോട്ടുകൾ. അതുപോലെ തന്നെ അപ്പം ഒരു യുഗം മാറി പുതിയൊരു യുഗം വരുന്നു. അതുപോലെ തന്നെ ഈ ട്രംപ് ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പിന്നെ ട്രംപ് നിങ്ങൾ ഓഡിയോ അങ്ങോട്ട് കൂട്ടിവെക്ക് കാണിച്ചു തരാമെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ ട്രംപ് മറുപടിയും പറഞ്ഞു, പിന്നെ അത് ആരംഭിക്കുകയാണ്, ഈ പിന്നെ പരിപാടിയെല്ലാം ആരംഭിക്കുകയാണ്, ശത്രുത ആരംഭിക്കുകയാണെന്ന് പറഞ്ഞ് ട്വീറ്റും ചെയ്തു. ഇനി മാംദാനിയും അതുപോലെ തന്നെ പലയിടത്തും ഡെമോക്രാറ്റുകളും ജയിച്ചതിന് പ്രസിഡന്റ് പറഞ്ഞ പിന്നെ 2 കാര്യങ്ങൾ. ഒന്ന്, ഈ ബാലറ്റിൽ ട്രംപിൻ്റെ പേരില്ല. ട്രംപിൻ്റെ പേരുണ്ടായിരുന്നെങ്കിൽ ജനങ്ങൾ കൂടുതലായിട്ട് വോട്ട് ചെയ്യുമായിരുന്നു, റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുമായിരുന്നു ഇവർക്കെതിരായിട്ട്. രണ്ടാമത്തെ കാര്യം, ഈ പിന്നെ ഗവൺമെൻറ് ഷട്ട് ഡൗൺ കാരണം ആളുകളെല്ലാം നിരാശ ബാധിച്ച് കിടക്കുകയാണ്. അപ്പോൾ അതാണ് മറ്റൊരു കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ മാംദാനി പറഞ്ഞ കാര്യങ്ങളിലെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മാംദാനി പറഞ്ഞിരിക്കുന്നത് പിന്നെ ന്യൂയോർക്ക് സിറ്റിയിലുള്ള 1 മില്യൺ പിന്നെ മുസ്ലിങ്ങൾക്ക് ഇനി ഒരു വോയിസ് കിട്ടും, അവർക്ക് തുല്യ അവകാശങ്ങൾ കിട്ടും. ന്യൂയോർക്ക് സിറ്റി പിന്നെ പണിതുയർത്തിയത് ഇമിഗ്രൻസാണ്, പിന്നെ കുടിയേറ്റക്കാരും കറുത്തവർഗക്കാരും ഒക്കെ കൂടിയാണ്, വെള്ളക്കാരൊന്നും അല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ നിലപാടൊക്കെ ശരിയാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ന്യൂയോർക്ക് സിറ്റിയിൽ വെള്ളക്കാരുടെ നല്ലൊരു പങ്ക് പിന്നെ ആളുകൾ താമസിക്കുന്നുണ്ട്. ഈ ഒബാമ പ്രസിഡൻ്റായപ്പോൾ ഒരു വൃത്തികെട്ട ഒരു കാര്യം കണ്ടത്, ഈ കറുത്ത വർഗ്ഗക്കാർക്ക് പ്രധാനപ്പെട്ട ഒരുപാട് പോസ്റ്റുകളിൽ നിയമനം നൽകി. അത് വാസ്തവം പറഞ്ഞാൽ ഈ അമേരിക്കയുടെ ഡെമോഗ്രഫി, ഇവിടുത്തെ ജനസംഖ്യ അനുസരിച്ച് പിന്നെ അല്ലേ വേണ്ടത് റെപ്രസെൻറ്റേഷൻ കൊടുക്കാനായിട്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് വെള്ളക്കാരാണ്. അപ്പോൾ അവർക്കാണ് പിന്നെ കൂടുതൽ പിന്നെ പ്രാതിനിധ്യം കൊടുക്കേണ്ടത്. അതിനുശേഷം ഓരോരുത്തർക്കും അർഹമായ രീതിയിൽ കൊടുക്കണം. അതിന് പകരം എല്ലാ സ്ഥാനങ്ങളിലേക്കും കറുത്ത വർഗ്ഗക്കാരെ കൊണ്ടുപോയി വെക്കുക എന്ന് പറഞ്ഞാൽ അവരെ അങ്ങനെ എംപവർ ചെയ്യുന്നതിൽ അതിലെന്താ അർത്ഥമായിരിക്കുന്നത്? അതേ കാര്യങ്ങളൊക്കെ പിന്നെ മാംദാനി ആവർത്തിക്കുമെന്നാണ് നമ്മളിപ്പം ആശങ്കയോട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ കാര്യപ്പെട്ട പോസ്റ്റുകളിലൊക്കെ ഈ തീവ്ര മുസ്ലിങ്ങളെ കൊണ്ടുപോയി വെക്കുമെന്ന്. ഇപ്പം മാംദാനി ഒരു തീവ്ര മുസ്ലിം അല്ലാന്ന് നമുക്കറിയാം. ഇപ്പോൾ ട്രംപ് ഒരു റേസിസ്റ്റോ അല്ല ഒരു തീവ്ര വ്യക്തി അല്ലാന്ന് നമുക്കറിയാം. പക്ഷേ ട്രംപിൻ്റെ മറവിൽ ഭരണം നടത്തുന്ന ആളുകളുണ്ടല്ലോ, അവർ തീവ്ര റേസിസ്റ്റുകളും തീവ്ര നിലപാടുകളുള്ളവരുമാണ്. അവരാണ് ഭരണം നടത്തുന്നത്. അവരാണ് ഈ ആളുകളെ ഓടിച്ചിട്ട് പിടിക്കുന്നതും അതിനിന്ദ്യമായ രീതിയിൽ ഇമിഗ്രേഷൻ
പിന്നെ നിയമങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നതും ചങ്ങലയ്ക്ക് ഇട്ട് കൊണ്ടുപോകുന്നതുമൊക്കെ. അപ്പോൾ അതേ കാര്യം ഇവിടെ സംഭവിക്കുകയോ ഇല്ലോ എന്നുള്ളതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്നത്. നമുക്ക് ന്യായമായൊരു ഭരണം, ഇപ്പം ഇസ്ലാമോഫോബിയ വാസ്തവം പറഞ്ഞാൽ അമേരിക്കയിൽ ഇല്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ മാംദാനി ജയിച്ചത്. 24 വർഷം മുമ്പ് പിന്നെ ഞാനുമൊക്കെ പിന്നെ എക്സ്റ്റെൻസീവായിട്ട് റിപ്പോർട്ട് ചെയ്തതാണ്. പിന്നെ 2 കെട്ടിടങ്ങൾ ഇടിച്ചു വീഴ്ച്ചു വിമാനം കൊണ്ടുവന്ന്. എന്നിട്ട് 10,000 പേരാണ് അവിടെ വെന്തു മരിച്ചത്. അവരുടെ ഈ 10,000 പേരുടെ 1100 പേരുടെ പിന്നെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ട് പോലുമില്ല. അവരാരാണെന്ന് പോലും ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ആ ദാരുണമായ സംഭവം, അതിന് കാരണക്കാർ നമുക്കറിയാം, തീവ്ര മുസ്ലിങ്ങൾ പിന്നെ ഭീകര മുസ്ലിങ്ങളാണ് വന്ന് അടിച്ച് തകർത്തത്. അപ്പോൾ പക്ഷേ അതുകൊണ്ട് അമേരിക്കയിലുള്ള മുസ്ലിങ്ങൾ അങ്ങനത്തെ ആളുകൾ ആണെന്നോ അല്ല അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ആണെന്നോ പിന്നെ ആരും അങ്ങനെ കരുതുന്നില്ല. അപ്പോൾ അത് പിന്നെ ആ ഒരു രീതിയിലാണ് ജനങ്ങളും ചിന്തിച്ചതെന്ന് തന്നെയാണ് ഉറപ്പായിട്ടുള്ളൊരു കാര്യം. അവർ ഒരു ഇസ്ലാമോഫോബിയ കൊണ്ടുവരാനായിട്ട് നോക്കിയിട്ട് അത് നടന്നില്ല. അത് കേരളത്തിലേ നടക്കുകയുള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം, മാംദാനി വിജയിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം. അമേരിക്കയിൽ മാംദാനി പറയുന്ന ഇതൊരു വിപ്ലവമാണെന്ന്. ശരിക്കും ഒരു വിപ്ലവം തന്നെയാണ്. ഇപ്പോൾ ഫ്രഞ്ച് വിപ്ലവം ഒക്കെ നടന്നതുപോലെ ഇതും ഒരു വിപ്ലവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഫ്രാൻസിൽ പ്രഭുക്കന്മാരും സമ്പന്നന്മാരും എല്ലാ കാര്യങ്ങളും കൈയടക്കി വെച്ചു. പാവപ്പെട്ടവർ ഈ ക്രംസ്, ഈ പിന്നെ അപ്പക്കഷ്ണത്തിൽ നിന്ന് കിട്ടുന്ന മിച്ചങ്ങൾ അതുകൊണ്ട് ജീവിക്കേണ്ട ഒരവസ്ഥ വന്നു. അപ്പോഴത്തേക്ക് അവരെല്ലാം സംഘടിച്ചു എതിരായി രംഗത്ത് വന്നു. അങ്ങനെയാണ് ഫ്രഞ്ച് വിപ്ലവം ഉണ്ടാകുന്നത്. ഇതും ഒരു വിപ്ലവം. ഇപ്പോൾ അമേരിക്കയിലെ ഒരു രാഷ്ട്രീയ സ്ഥിതി എന്ന് പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ നമ്മൾ പിന്നെ ഈ രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നു, ഏതെങ്കിലും ചെറിയ പോസ്റ്റിൽ മത്സരിക്കുന്നു, പിന്നെ മേയറായിട്ടോ അല്ലെങ്കിൽ കോൺഗ്രസ്മാനായിട്ടോ ഒക്കെ മത്സരിക്കുന്നു, എന്നിട്ട് പിന്നെ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നു, എന്നിട്ട് പിന്നെ ഗവർണറായിട്ടോ അങ്ങനെ അപ്പോഴത്തേക്ക് അവർ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഭാഗമായി കഴിഞ്ഞിരിക്കും. ആൻഡ്രൂ കോമോ, അദ്ദേഹത്തിൻ്റെ അപ്പൻ ഗവർണറായിരുന്നു. അദ്ദേഹം പിന്നെ വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ച ആളാണ്. അതിപ്പം മാംദാനിയും അങ്ങനെ തന്നെ. അപ്പോൾ അദ്ദേഹം ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഭാഗമാണ് ഈ പിന്നെ കോമോ. അപ്പോൾ പിന്നെ പണക്കാരെല്ലാം അവരുടെ നിക്ഷിപ്ത താല്പര്യം കൊണ്ടുണ്ട് അവരെല്ലാം പണം ഒഴുക്കാനായിട്ട് ആരംഭിച്ചു. അതപ്പം മറ്റ് ഗവർണറായിട്ട് മത്സരിച്ചപ്പോഴും ഒക്കെ ഈ പണക്കാർ ഇഷ്ടംപോലെ സഹായിച്ചു. ഈ പണക്കാർ കൊടുക്കുന്ന പൈസ കൊണ്ട് TV-യിൽ പരസ്യം, അതുപോലെ തന്നെ ഫ്ലയർ, വീടുകളിലേക്ക് നിരന്തരം ഫ്ലയർ അയക്കുക, നിരന്തരം ഫോൺ വിളി, ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ഇലക്ഷനിൽ ആളുകൾ വിജയിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിനൊരു വലിയ മാറ്റമാണ് മാംദാനി കൊണ്ടുവന്നിരിക്കുന്നത്. അക്കാര്യത്തിൽ ഞാൻ മാംദാനിയെ അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും ഈ വലിയ മാറ്റം അമേരിക്കയ്ക്ക് ആവശ്യമാണ്. മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് സാധാരണക്കാരുടെ അടുത്ത് ചെന്നിട്ട് നിങ്ങളിങ്ങനെ കഷ്ടപ്പെടുകയും ദാരിദ്ര്യം അനുഭവിക്കുകയും ചെയ്തു. അത് അങ്ങോട്ട് നോക്ക്, മൻഹാട്ടനിലേക്ക് ആ ഉത്തുംഗ ശൃംഗങ്ങൾ, പിന്നെ അവിടെ മുഴുവൻ പണക്കാർ അവരുടെ വേശികളെയും കൊണ്ട് 16 വിമാനത്തിൽ ഇങ്ങനെ പറന്ന് നടക്കുന്നു. പണത്തിന് യാതൊരു ക്ഷാമവുമില്ല. പക്ഷേ നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി, പിന്നെ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി കൈ നീട്ടേണ്ട അവസ്ഥ വരുന്നു, ദാരിദ്ര്യത്തിലങ്ങ് കഴിയുന്നു. അപ്പോൾ അതിനൊരു മാറ്റം വരണം. നിങ്ങളാണ് ആളുകളെ തിരഞ്ഞെടുക്കേണ്ടത്, അല്ലാതെ ഇവിടുത്തെ പണക്കാരും എസ്റ്റാബ്ലിഷ്മെൻറ്റും കൂടെ ചേർന്ന് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് മേയറെയും ഗവർണറെയും ഒക്കെ തീരുമാനിക്കുന്ന ആ പരിപാടി നിൽക്കണം. ഇതാണ് മാംദാനി പറയുന്നത്. അപ്പോൾ ജനം അത് അംഗീകരിച്ചു. അതാണ് വേണ്ടതും. ജനത്തിൻ്റെ ശബ്ദമാണ് നമുക്ക് കേൾക്കേണ്ടത്. ജനത്തിൻ്റെ ശബ്ദം ആണ് ഉയരേണ്ടിയിരിക്കുന്നതും. അല്ലാതെ ഈ കുറേ മുതലാളിമാരും, ഇപ്പം അവസാന ഘട്ടമായപ്പോഴത്തേക്ക് മുൻ മേയർ മൈക്ക് ബ്ലൂംബർഗ് വലിയ കോടീശ്വരനാണ്. അദ്ദേഹം $5 മില്യൺ കോമോയ്ക്ക് കൊടുത്തത്. അതുകൊണ്ടൊന്നും ഫലിച്ചില്ല. ഇപ്പോൾ TV-യിൽ പരസ്യം കണ്ടാൽ ആരെങ്കിലും വോട്ട് ചെയ്യുമോ? പരസ്യം കണ്ടതുകൊണ്ട് മാത്രം. അപ്പോൾ അങ്ങനെ വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ് മാംദാനി ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഉണക്ക കാൻഡിഡേറ്റ്സ് കണ്ടുമടുത്ത മുഖങ്ങൾ, ഒരുതരം അവലക്ഷണം പിടിച്ച മുഖങ്ങൾ, കാര്യം ആണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? ഈ മുഖങ്ങൾ കണ്ടുമടുത്തതാണ്. അപ്പോൾ പുതിയൊരു മുഖം, ഈ മാംദാനിയുടെ മുഖം കാണാൻ എന്തൊരു ഐശ്വര്യമാണ് വാസ്തവം പറഞ്ഞാൽ. ഈ മാംദാനിയും കോമോയും കൂടെ നിൽക്കുമ്പം മാംദാനിയെ കാണാൻ എത്രയോ ഭംഗിയാണ്, എത്രയോ പിന്നെ നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു വ്യക്തിത്വമാണത്. അപ്പോൾ എന്തായാലും മാംദാനിയുടെ വിജയം നമ്മൾ ആഘോഷിക്കേണ്ടത്. കാരണം ഇന്ത്യക്കാർക്ക് തലയുയർത്തി നിൽക്കാൻ അമേരിക്കയിൽ ഇത്രയും വലിയൊരു സംഗതി കിട്ടിയിട്ടില്ല. ഇതിനു മുമ്പ് ഏറ്റവും വലിയ അംഗീകാരം കിട്ടിയിരിക്കുന്ന കാഷ് പട്ടേലിനെ FBI ഡയറക്ടറായിട്ട് നിയമിച്ചപ്പോഴാണ്. നേരെ മറിച്ച് നിക്കി ഹേലി, പിന്നെ സൗത്ത് കാരോലിനയിലും, പിന്നെ ബോബി ജിൻഡാൽ ലൂയിസിയാനയിലും ഒക്കെ ഗവർണർമാരായി. പക്ഷേ അന്നൊന്നും ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് നമുക്ക് അത്ര വലിയൊരു എംപവർമെൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല. കമലാ ഹാരിസ് വൈസ് പ്രസിഡൻ്റായി, പിന്നെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി. പക്ഷേ ഇവിടെ ഒരു ഇന്ത്യക്കാരൻ വന്നിരിക്കുന്നു, ഇന്ത്യക്കാരൻ എന്നുള്ള ഇത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കെല്ലാം തല ഉയർത്തി നിൽക്കാവുന്നതാണ്. പിന്നെ ആപ്പാടെ അതിൻ്റെ ഇടയ്ക്കാണ് ഈ മുസ്ലിം വിദ്വേഷം നമ്മുടെ തലയ്ക്കകത്ത് കിടക്കുന്നത്, നമ്മുടെ പലരുടെയും. അപ്പം പിന്നെ ഞാനൊക്കെ മാംദാനിയെ സപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങൾ വായിച്ചു തന്നെന്ന് പറഞ്ഞ് പലരും എന്നോട് പറയുകയുണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു മാംദാനിയെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയാനില്ല. മാംദാനി
ജയിക്കുന്നെങ്കിൽ ജയിക്കട്ടെ, ഒരു ഇന്ത്യക്കാരൻ ജയിക്കുന്നത് നമുക്കെപ്പോഴും അഭിമാനമുള്ള ഒരു കാര്യമാണ്. നമ്മളെ എംപവർ ചെയ്യുന്ന ഒരു കാര്യമാണ്, നമുക്ക് അംഗീകാരം കിട്ടുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ എന്തായാലും അത് വേറൊരു കാര്യം. എന്തായാലും മാംദാനിക്ക് വിജയ ആശംസകൾ നേരുന്നു. കേരളത്തിലെ മീഡിയ വൺ, പിന്നെ കുറേ ചാനലുകളുണ്ടല്ലോ അർമാദിക്കുന്ന, അവരുടെ അർമാദ റിപ്പോർട്ട് ഞാനത് കാണാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, അവരുടെ അർമാദം കാണാനായിട്ട്. കാരണം അമേരിക്കയിൽ വന്നിട്ട് പലസ്തീനെയൊക്കെ അനുകൂലിക്കുന്ന ഒരാൾ വിജയിച്ചു എന്ന് പറയുന്നത് അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് ഇത് ക്രിസ്ത്യാനികളുടെ വോട്ടും യഹൂദരുടെ വോട്ടും ഒക്കെ മേടിച്ചിട്ട് പിന്നെ ജയിച്ചു. അപ്പോൾ അതൊരു ഒരു മുസ്ലിം മുന്നേറ്റവും വിജയവുമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. ഇവിടെ ആരും അങ്ങനെ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. നമ്മളൊഴിച്ച് ഇന്ത്യക്കാർ, നമ്മുടെ RSSകാരും കേരള ക്രിസ്ത്യൻസും ഒഴിച്ച് വേറെ ആരും അങ്ങനെ ചിന്തിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യം. എന്തായാലും നമുക്ക് മാംദാനിക്ക് വിജയം ആശംസിക്കാം. നല്ല ഒരു ഭരണം ഉണ്ടാവട്ടെ. പക്ഷേ അവിടെ മുകളിൽ ട്രംപച്ചായനുണ്ട്. എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു.